വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നു. സൈലൻസർ ഘടിപ്പിച്ച തോക്കുമായി എത്തി മാനസിക പ്രശ്നമുള്ള 28-കാരൻ ന്യൂയോർക്കിനെ വിറപ്പിച്ച ആ വിഷയത്തെക്കുറിച്ച്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സൈലൻസർ ഘടിപ്പിച്ച തോക്കുമായി എത്തിയത് മാനസിക പ്രശ്നങ്ങൾ നേരിട്ട 28-കാരൻ. വെടിവെച്ച പുറത്തെത്താതിരിക്കാനുള്ള തന്ത്രത്തിൽ തെളിയുന്നത് നിരവധി ആളുകളെ കൊന്നെടുക്കാനുള്ള മഹാഗൂഢാലോചന. ന്യൂയോർക്കിലെ പട്ടാപ്പകൽ ആക്രമണം തീവ്രവാദ സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിക്കുന്നു. ആക്രമിയെ വെടിവെച്ചു കൊന്നത് 31-ാം നിലയിൽ. മാൻഹട്ടണിൽ ഞെട്ടി അമേരിക്ക. ഇതാണ് ഇന്നത്തെ ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടന്ന വെടിവയ്പ്പിനെ കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കി ന്യൂയോർക്ക് പോലീസ്. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പട്ടാപ്പകൽ M4 ഇനത്തിൽപ്പെട്ട തോക്കുമായി എത്തിയ അക്രമി നടത്തിയ വെടിവെപ്പിൽ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ ആദ്യം പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ആക്രമണം നടത്തിയത്. ലാസ് വെഗാസിൽ നിന്നുള്ള 28-കാരനായ ഷെയ്ൻ തമൂറയാണ് തോക്കുധാരി എന്നാണ് തിരിച്ചറിഞ്ഞത്. വെടിവെപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒപ്പം ആക്രമിയും മരിച്ചു. ആക്രമി ആത്മഹത്യ ചെയ്തതാണെന്നും പോലീസ് തിരിച്ചടിയിൽ അയാൾ കൊല്ലപ്പെട്ടതാണെന്നുമുള്ള നിരവധി വ്യത്യസ്ത വാർത്തകളുണ്ട്. എന്നാൽ പിന്നീട് അക്രമിയെ കൊന്നതാണെന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനൊപ്പമാണ് 2 മരണം കൂടി ഉണ്ടായെന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. മിഡ് ടൗൺ മാൻഹട്ടൺ ഓഫീസ് കെട്ടിടത്തിന് സമീപം സ്പോർട്സ് കോട്ടും ബട്ടൺ ഡൗൺ ഷർട്ടും ധരിച്ച തോക്കുധാരി ആക്രമണം നടത്തുകയായിരുന്നു. വലിയ റൈഫിൾ കൈവശം വെച്ചിരുന്ന ഇയാളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം അത് വ്യക്തവുമാണ്. സൈലൻസർ ഘടിപ്പിച്ച തോക്കാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. ഇതൊരു തീവ്രവാദ ആക്രമണമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുമുണ്ട്. പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നു. അക്രമിയുടെ പൂർണ്ണ വിവരങ്ങൾ കണ്ടെത്താനാണ് ശ്രമം നടക്കുന്നത്. വൈകുന്നേരം 6:30-യോടെയാണ് സംഭവം നടക്കുന്നത്. ഈസ്റ്റ് 52-ാം സ്ട്രീറ്റിലെ 345 പാർക്ക് അവന്യൂവിലെ ലോബിയിലാണ് ആദ്യം വെടിവെപ്പ് നടന്നത്. രാത്രി 8 മണിയോടെയാണ് അക്രമിയെ വകവരുത്തിയത്. വെടിവെപ്പിനുള്ള കാരണവും വ്യക്തമല്ലെന്നും പോലീസ് അറിയിച്ചു. അക്രമി 365 പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കിയായിരുന്നു ഇയാളുടെ ആക്രമണം. ഷെയ്ൻ തമൂറ മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന വ്യക്തിയാണ് എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇയാൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇയാളുടെ ആക്രമണത്തിൽ ഒരു സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാരനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കെട്ടിടത്തിന്റെ 33-ാം നിലയിലാണ് വെടിയേറ്റ് മരിച്ച നിലയിൽ അക്രമിയുടെ മൃതദേഹം കണ്ടെത്തിയതും. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ന്യൂയോർക്ക് പോലീസാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതും. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം സംഭവ സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീയെയും പുരുഷനെയും കസ്റ്റഡിയിലെടുത്തതായും റിപ്പോർട്ടുണ്ട്. പുരുഷൻ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതായി സൂചനയുമുണ്ട്. അക്രമിയായ തമൂറ ഹവായിയിൽ ജനിച്ചു വളർന്ന വ്യക്തിയുമാണ്. പ്രമുഖ സാമ്പത്തിക സ്ഥാപനമായ KPMGയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. സൈലൻസർ ഘടിപ്പിച്ച തോക്കുപയോഗിച്ചായിരുന്നു ആക്രമണം. വെടിയുയരുന്നത് പുറത്തറിയാതിരിക്കാനും കൂടുതൽ പേരെ കൊന്നെടുക്കാനുമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിലുള്ള ആക്രമണമാണ് ന്യൂയോർക്ക് സാക്ഷ്യം വഹിച്ചത്. ഇതിനെതിരെ ന്യൂയോർക്ക് പോലീസിന്റെ അന്വേഷണവും ഊർജിതമായി ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും ഇത് 28 വയസ്സുകാരനായ മാനസിക രോഗിയുടെ വിഭ്രാന്തിയാണോ അതോ ആക്രമണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് വിശദമായ അന്വേഷണം തെളിയുമായിരിക്കും. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.